സ്വാമിയെ ശരണമയ്യപ്പ. ഇത് നിലയ്ക്കലാണ്. നിലയ്ക്കൽ വാഹന പാർക്കിംഗായി കിടക്കുന്ന എല്ലാ വണ്ടികളും. ഇന്ന് ഞാൻ എൻ്റെ വണ്ടി നിലയ്ക്കലിട്ടിട്ട് നിലയ്ക്കൽ നിന്ന് ബസ്സിന് നേരെ പമ്പയ്ക്ക് പോവാം. നമ്മുടെ സ്വന്തം KSRTC. ഇത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എനിക്ക് എൻ്റെ വ്യക്തിപരമായിട്ട് കുറച്ച് കാര്യങ്ങൾ അയ്യപ്പന്മാരോട്, മണ്ഡലകാലത്ത് വരുന്ന അയ്യപ്പന്മാരോട് പറയാനുണ്ട്. അത് കേട്ടതിന് ശേഷം നല്ലത് എന്ന് തോന്നിയാൽ ചെയ്യുക. സ്വാമിയെ ശരണമയ്യപ്പ. ഇവിടെ ഒരു ശിവക്ഷേത്രമുണ്ട്, പള്ളിയിറക്കാവ് എന്നും പറഞ്ഞിട്ട് ഒരു ദേവീക്ഷേത്രമുണ്ട് നിലയ്ക്കൽ. സ്വാമിയെ ശരണമയ്യപ്പ. അന്നേരം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മണ്ഡലകാലം തുടങ്ങിക്കഴിഞ്ഞാൽ പമ്പ തൊട്ട് നമ്മുടെ നിലയ്ക്കൽ വരെ, നിലയ്ക്കലല്ല ഇലവങ്കൽ എന്ന് പറയുന്ന സ്ഥലം വരെ ഭയങ്കര ബ്ലോക്കായിരിക്കും. ഇലവങ്കൽ എന്ന് പറയുന്നത് എരുമേലിയിൽ നിന്ന് വന്ന് ശബരിമല, പത്തനംതിട്ട ശബരിമല റോഡിൽ കയറുന്ന ആ ജംഗ്ഷനാണ് ഇലവങ്കൽ. അന്നേരം നിങ്ങൾ കാറും കൊണ്ടോ മറ്റു വാഹനമോ വരുവാണെന്നുണ്ടെങ്കിൽ പരമാവധി നിലയ്ക്കൽ തന്നെ വാഹനം ഇട്ടിട്ട് ബസ്സിന് പോകുന്ന നല്ലത്. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആ മണ്ഡലകാലത്തെ ആ തിക്കിനും തിരക്കിനും ഇടയ്ക്ക് ആ ബ്ലോക്കിൻ്റെ അകത്തൂടെ പതുക്കെ പോയി നമ്മുടെ ഒരു 2-3 മണിക്കൂർ സമയം വെറുതെ വേസ്റ്റാകും. അതുമാത്രവുമല്ല, ഡീസലും കത്തും. ഡീസൽ നല്ലപോലെ കത്തും. അന്നേരം ഡീസലിൻ്റെ ആ ഒരു ഇതും നമ്മുടെ സമയത്തിൻ്റെ ആ ഒരു ഇതൂടെ കണക്ക് കൂട്ടുമ്പം KSRTC ബസ്സിന് പോകുന്നത് തന്നെയാണ് ലാഭം. അതാകുമ്പം ഒരാൾക്ക് 50 രൂപ, 50 100 രൂപ. സ്ഥലങ്ങളൊക്കെ നമ്മുടെ KSRTCയിലാകുമ്പം വലിയ ജനലുമൊക്കെ ആയതുകൊണ്ട് സ്ഥലങ്ങളുമൊക്കെ കണ്ട് പോകാനെ കൊണ്ട് നല്ല രസമാണ്. കാറിനോ അല്ലെ 2 വീലറിനോ ഓട്ടോറിക്ഷയ്ക്കോ ഒക്കെ വന്നെന്ന് പറഞ്ഞാലും ഈ ഹൈറ്റിലിരുന്ന് ബസ്സേ യാത്ര ചെയ്ത് സ്ഥലങ്ങൾ കണ്ടു പോകുന്ന പോലെ ഒരു രസവും ഇല്ലാതാനും സ്ഥലങ്ങൾ നല്ലപോലെ കാണാനും പറ്റത്തില്ല. സീസണിലെ കാര്യമാണ് പറയുന്നത്. സീസൺ അഥവാ എവിടെയെങ്കിലും ഒന്ന് നിർത്തി കാണാമെന്ന് വിചാരിച്ചാലും പോലീസുകാർ സമ്മതിക്കത്തില്ല. എരുമേലി ഇലവങ്കൽ മുതൽ പമ്പ സന്നിധാനം വരെ നിറച്ച് പോലീസുകാരായിരിക്കും. അന്നേരേ ചാടിക്കും. അതുകൊണ്ട് നിർത്തി സ്ഥലം കാണാനും പറ്റത്തില്ല. അന്നേരം KSRTC പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ആ വരവിൻ്റെ കണക്കെടുക്കുമ്പം ഒരു 4-5 മണിക്കൂർ നമുക്ക് ലാഭിക്കാം. പിന്നെ ഡീസലും. സ്വാമി ശരണമയ്യപ്പ. ഇത് ഞാൻ എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം പറഞ്ഞതാണ്. ആ അഭിപ്രായം നല്ലത് എന്ന് തോന്നിയാൽ നിങ്ങൾക്ക് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം പോലെ ചെയ്യാം. അതുപോലെ തന്നെ നിലയ്ക്കൽ പാർക്കിങ്ങിന് നിലയ്ക്കലാണ് പോലീസാണ് നമുക്ക് ഈ ടോക്കൺ തരുന്നത്. അതായത് നിലയ്ക്കൽ വന്നിട്ട് ആ ശിവഭഗവാന്റെ പ്രതിമ വെച്ചേക്കുന്ന അവിടെ നിൽക്കുന്ന പോലീസുകാരാ തരുന്നത്. അവരുടെ പാർക്കിംഗ് എന്നും പറഞ്ഞുകൊണ്ട് ചോദിച്ചു കഴിഞ്ഞാൽ അവന്മാർ നിലയ്ക്കലെ പാർക്കിങ്ങിൻ്റെ ആ ടോക്കണേ തരത്തുള്ളൂ. നമ്മൾ നേരെ വിട്ട് പമ്പയിൽ ചെന്ന് പാർക്കിങ്ങിനോട് കയറുമ്പോഴായിരിക്കും അറിയുന്നത് ഇത് നിലയ്ക്കൽ പാർക്കിങ്ങിൻ്റെ ടോക്കണാണ്. പിന്നെ അമ്പാടൻ ആലപ്പുഴ പോയ പോലെ തിരിച്ചു വരേണ്ടി വരും. കാരണം ഇത് ഞാൻ പറയാൻ കാര്യം, എനിക്ക് ഒരു അബദ്ധം പറ്റിയതാണ്. ഞാൻ ആ വീഡിയോ എടുത്ത് വരുന്നതിൻ്റെ ഒരു ഇതിൽ പാർക്കിംഗ് ചോദിച്ചു. പോലീസുകാർ നിലയ്ക്കലെ പാർക്കിങ്ങിൻ്റെ ഇത് വന്നു. ഇതൊന്നും ഞാൻ ശ്രദ്ധിക്കുന്നില്ല. ആ വീഡിയോ എടുപ്പിൻ്റെ ആ ഒരു ശ്രദ്ധയിലാണ് ഞാൻ നിന്നത്. നേരെ വന്ന് നിലയ്ക്കലോട്ട് പമ്പയിലോട്ട് വന്ന് പാർക്കിന് ഇത് അങ്ങോട്ട് പറഞ്ഞു ഇത് നിലയ്ക്കലെ പാർക്കിങ്ങാണ്. ഞാൻ പറഞ്ഞു ഇവിടുത്തെ പാർക്കിങ്ങിന് വേറെയാണോ? ഇവിടുത്തെ പാർക്കിങ്ങിന് ഒരു ഇളം പച്ചക്കളറിലെ ആണ് ടോക്കണ്, ഇത് അവിടുത്തെയാണെന്ന് പറഞ്ഞു. അങ്ങനെ അവിടുത്തെ പോലീസുകാരോട് ശകലം കശിവിശ ഞാൻ ഉണ്ടായി. പക്ഷേ പോലീസുകാരെ അവിടെ തെറ്റ് പറഞ്ഞിട്ടൊരു കാര്യമില്ല. അവർ നിഷ്പക്ഷക്കാരാണ്. കാര്യം എന്ന് പറഞ്ഞാൽ അവർക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ഞാൻ അവിടുന്ന് നേരെ തിരിച്ചിവിടെ വന്ന് ഇവിടുത്തെ പോലീസുകാരോട് മൂട്ട വഴക്കായി. ഞാൻ പറഞ്ഞ് മുട്ട മഴക്കെന്ന് പറഞ്ഞാൽ മുട്ട മഴക്കായി.
ലാസ്റ്റ് പറഞ്ഞ് എൻ്റെ പൊന്നി ചേട്ടാ, കാര്യം എന്ന് പറഞ്ഞാൽ ഇവർ പരമാവധി നമ്മളെ പമ്പയെ പാർക്ക് ചെയ്യിപ്പിക്കാതെ അവിടെ ഒതുക്കാനാണ് ഈ ശ്രമിക്കുന്നത്. ഇതറിയാത്തവരാകുമ്പം ഈ ടിക്കറ്റ് പാസ് ചോദിക്കും, പാസ് കിട്ടും, അങ്ങ് പോകും, അവിടെ ചെന്ന് കഴിഞ്ഞാൽ അറിയത്തുള്ളൂ. അങ്ങനെ വഴക്കായി. ഞാൻ പിന്നെ അവിടുന്ന് അടുത്ത ടോക്കൺ തിരിച്ച് മറിച്ച് വാങ്ങി വീണ്ടും തിരിച്ച് പമ്പയിൽ വന്ന് പാർക്ക് ചെയ്തത്. അതുകൊണ്ടൊക്കെ തന്നെ ഒരു ദിവസം 2000 വണ്ടിക്കേ ഉള്ളൂ ഈ പമ്പയിലെ പാർക്കിങ്ങിന്. സീസണിൽ അത് കിട്ടാനെ കൊണ്ട് വലിയ ബുദ്ധിമുട്ടാണ്. കാര്യം എന്ന് പറഞ്ഞാൽ പോലീസുകാരുടെയും ഉദ്യോഗസ്ഥരുടെയും ദേവസ്വം ബോർഡിൻ്റെയും ഇവരുടെയൊക്കെ ആൾക്കാർ വരും. മിക്കവാറും ഉള്ള ഈ 2000 ടിക്കറ്റുകളും ഡെയിലി ഇവരുടെ വകയായിട്ട് തന്നെ അങ്ങ് മാറും. അതുകൊണ്ട് പബ്ലിക്കിന് ഈ പാർക്കിങ്ങിൻ്റെ ടിക്കറ്റ് കിട്ടുന്ന കാര്യം ഒരു 90% സാധ്യത ഇല്ല. അതുകൊണ്ട് അവിടെ കിടന്ന് വഴക്കനും വയ്യാവേലിക്കും ഒന്നും നിന്നിട്ട് കാര്യമില്ല. നേരെ വണ്ടി കയറ്റി ഒതുക്കുക, ബസ് കയറുക, സ്ഥലമൊക്കെ കണ്ട്, ആദ്യമായിട്ട് വരുന്ന അയ്യപ്പന്മാരാണെങ്കിൽ സ്ഥലമൊക്കെ കാണിച്ച് പറഞ്ഞു കൊടുത്ത് ഒക്കെ ഇങ്ങ് പോരാ. ആ നിലക്കൽ ഇങ്ങോട്ട് കഴിഞ്ഞ് 1 കിലോമീറ്റർ വരുമ്പോൾ നല്ല അഗാധമായൊരു കുഴിയൊക്കെ കാണാം. പന്തളത്തുനിന്ന് തിരുവാഭരണം വരുന്നത് അവിടെ വന്നിട്ടാണ് യഥാർത്ഥ കാനനപാതയിലോട്ട് ഇറങ്ങുന്നത്. തിരുവാഭരണം അതുവഴി ഇറങ്ങി തിരുവാഭരണം നേരെ വന്ന് പിന്നെ കയറുന്നത് മരക്കൂട്ടം ആ ഭാഗത്താണ്. സ്വാമിയേ ശരണമയ്യപ്പ. പിന്നെ അതുവഴി നിന്ന് ഇറങ്ങി പൊക്കളയല്ലോ കേട്ടോ. ഞാൻ ഈ പറഞ്ഞ കേട്ടുണ്ട്, വന്യമൃഗങ്ങളുടെ അമിതമായ ശല്യമുള്ള സമയമാണ്. പിന്നെ തിരുവാഭരണം വരുന്നതിന് ഒരു 2 ആഴ്ചയ്ക്ക് മുമ്പാട്ടെ അവിടുത്തെ പോച്ചയും കാടുകളും എല്ലാം കളഞ്ഞ് വൃത്തിയാക്കി ഇടത്തുള്ളൂ. അങ്ങോട്ടൊന്നും പോകരുത്. സ്വാമിയേ ശരണമയ്യപ്പ. അങ്ങനെ ചാലക്കയം വന്നു. ഇനി ചാലക്കയത്തെ ആ വലിയ വളവ് തിരിഞ്ഞ് അങ്ങോട്ട് ഇറങ്ങാൻ പോവുക. അത്യാവശ്യം അവിടെ ഇവിടെയൊക്കെ ക്ലീനിങ് ഒക്കെ തുടങ്ങിയിട്ടുണ്ട്. റോഡ് സൈഡിൽ ആ കാടും ഇവിടെ എല്ലാം ഒരു സൈഡിലെ വള്ളിയൊക്കെ കയറി, വള്ളിക്കാട് കയറി മൂടി കിടക്കുമായിരുന്നു. അതെല്ലാം തെളിച്ച് വൃത്തിയാക്കിയിട്ടേക്കുവോ. സ്വാമിയേ ശരണമയ്യപ്പ. അന്നേരം ശബരിമലയ്ക്ക് സീസണിൽ മണ്ഡലകാലത്ത് വരുന്ന അയ്യപ്പന്മാരോട് ഇത്രയും കാര്യങ്ങളൊന്ന് പറയാൻ വേണ്ടിയാണ് ഞാൻ നിലക്കൽ വാഹനം ഇട്ടിട്ട് ബസ്സേ യാത്ര ചെയ്ത് പമ്പ വരെ വന്നത്. സ്വാമിയേ ശരണമയ്യപ്പ. ബസ്സേ വരുമ്പം നമ്മുടെ കണ്ണിന് കാണുന്ന കാഴ്ചകളാണ് ഏത് കാഴ്ചയാണ് നല്ലത് എന്ന് നോക്കുക. പിന്നെ അതുപോലെ നിങ്ങൾക്ക് കാറിൽ നിർബന്ധമായിട്ട് വരണമെന്നുണ്ടെങ്കിൽ പാർക്കിങ് കിട്ടിയില്ലെങ്കിൽ പോലും കൂടെ വരുന്ന അയ്യപ്പന്മാരെ കൊണ്ടിറക്കിയിട്ട് തിരിച്ച് നിലയ്ക്ക് പോയി പാർക്ക് ചെയ്യണം. എന്നിട്ട് ആ അയ്യപ്പന്മാർ ദർശനമൊക്കെ കഴിഞ്ഞ് ഏകദേശം പമ്പ അടുക്കാറാകുമ്പം വിളിക്കുമ്പം വീണ്ടും വന്നാൽ മതി. എന്നാലും എൻ്റെ അഭിപ്രായത്തിൽ വെറുതെ സമയം വേസ്റ്റ് ആക്കണ്ട. പിന്നെ ഡീസലും നിലയ്ക്ക് തന്നെ വാഹനം പാർക്ക് ചെയ്തിട്ട് ബസ്സിന് വരുന്നതാണ് നല്ലത്. ഇടദിവസത്തെ 1-ാം തീയതി കണക്കല്ല, സീസണിൽ 1 മിനിറ്റിന് 3-4 ബസ് പൊയ്ക്കൊണ്ടിരിക്കുന്നതാണ്. സ്വാമിയേ ശരണമയ്യപ്പ. അങ്ങനെ പമ്പയിൽ എത്തി. പമ്പയിലൊരു പോസ്റ്റ് ഓഫീസൊക്കെ ഉണ്ട്. അതിൻ്റെ കഥ വീഡിയോ ആക്കി ഞാൻ ചെയ്യാം. ആ പോസ്റ്റ് ഓഫീസിൻ്റെ വീഡിയോ ഒക്കെ എടുത്ത്. ആ പോസ്റ്റ് ഓഫീസിന് ഒരുപാട് ചരിത്രങ്ങളുള്ളതാണ്. സ്വാമിയേ ശരണമയ്യപ്പ.